പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിനെ നല്ല ദീനീ ചിട്ടയുള്ള ഒരു വീടാക്കി മാറ്റണം. എന്നാലേ വീട്ടിൽ ബറക്കത്തുണ്ടാകും. ബറക്കത്ത് നിറഞ്ഞ വീട് എന്ന് പറയുന്നത് വിശുദ്ധമായ ഹദീസിലൊക്കെ അതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട്. അവിടെ എന്തൊക്കെ ഉണ്ടായാലാണ് ബറക്കത്ത് നിലനിൽക്കുക എന്നൊക്കെ വിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെയുള്ള നിസ്കാരങ്ങളൊക്കെ നിലനിർത്താൻ നമ്മുടെ ഭാര്യമാരോടും മക്കളോടൊക്കെ പറയണം. നീ നിൻ്റെ കുടുംബത്തോട് നിസ്കാരം നിലനിർത്താൻ വേണ്ടി കൽപ്പിക്കൂ, അതിൻ്റെ സ്ഥിരത പാലിക്കൂ എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ കുറഞ്ഞത് ചില നിസ്കാരമെങ്കിലും ജമാഅത്തായി ചെയ്യാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് അഫ്ളലും പ്രത്യേക സുന്നത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ചാക്കിയാൽ നമ്മുടെ വീട്ടിൽ ബറക്കത്ത് നിലനിൽക്കും. അതൊരു ദീനീ ചിട്ടയില്ല, ദീനീ തലമുറയെ വാർത്തെടുക്കുന്ന ഒരു തറവാടായിട്ട്, ഒരു വീടായിട്ട് മാറ്റാൻ പറ്റും. മറ്റൊന്ന് വിശുദ്ധമായ ഖുർആനിൻ്റെ പാരായണം അധികരിപ്പിക്കുക എന്നാണ്. വിശുദ്ധമായ ഹദീസിൽ കാണാൻ പറ്റും, ഇഖ്റഉൽ ഖുർആന ഫീ ബുയൂതിക്കും, നിങ്ങളുടെ വീടകങ്ങളിൽ വെച്ചിട്ട് നിങ്ങൾ ഖുർആനിനെ ഓതണേ. ഫഇന്നൽ ബൈത്തല്ലദീ യുഖ്റഉ ഫീഹിൽ ഖുർആൻ യക്സുറു ഖൈറഹു എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശുദ്ധമായ ഖുർആൻ ഇങ്ങനെ അധികമായിട്ട് പാരായണം ചെയ്യുന്ന വീടുണ്ടല്ലോ, ആ വീട്ടിൽ അതിൻ്റേതായ ഖൈർ വർദ്ധിക്കുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിവസവും കുറഞ്ഞ ഹദീസെങ്കിലും ഒരു വീട്ടിൽ വെച്ചിട്ട് കുടുംബത്തോടു കൂടി ഓതാൻ ശ്രമിക്കണം. എന്നാൽ ആ വീട്ടിൽ ഖൈറും ബറക്കത്തുമൊക്കെ ഉണ്ടാകും. മറ്റൊന്നാണ് ദിക്റും ദുആവും ഒക്കെ നിറഞ്ഞ ഒരു മജ്ലിസായിട്ട് നമ്മുടെ വീട് മാറണം. ഫദ്കുറൂനി അദ്കുറുക്കുമെന്നല്ലേ, നിങ്ങൾ എന്നെ ഓർക്കുക എന്നാൽ ഞാൻ നിങ്ങളെ ഓർക്കുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ പ്രദോഷ സമയത്തും പ്രഭാത സമയത്തുമൊക്കെ ദിക്ർ ചൊല്ലുമ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, ഈ ദിക്റൊക്കെ ചെല്ലുമ്പോൾ, അതുപോലെ തന്നെ യാത്ര പോകുമ്പോഴുള്ള ദുആ, വീട്ടിൽ കയറുമ്പോഴുള്ള ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനകളൊക്കെ പാലിക്കുന്നൊരു വീടായാൽ ആ വീട്ടിൽ ഖൈർ നിലനിൽക്കുമെന്നാണ് ഈ ഹദീസിലൂടെ മനസ്സിലാകുന്നത്. മറ്റൊന്ന് വിശുദ്ധമായിട്ടുള്ള ഖുർആൻ ഓതിക്കൊണ്ടൊക്കെ ഷൈത്താനിനെ അകറ്റപ്പെട്ട വീടാക്കി മാറ്റണം. ഇന്ന ഷൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖ്റഉ ഫീ സൂറത്തുൽ ബഖറ എന്ന ഹദീസിൽ കാണാൻ പറ്റും. സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്നും ഷൈത്താൻ ഓടിപ്പോകുന്നതാണെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീട്ടിൽ ഷൈത്താൻ ഓടിപ്പോയാൽ ബർക്കത്ത് കൂടുമെന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സൂറത്തുൽ ബഖറ ഓതാൻ ശ്രമിക്കുക. അത് വലിയ സൂറത്തല്ലേ, ഓതാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് ചിന്തിക്കുന്നത് പോലും ഷൈത്താനിൻ്റെ കുതന്ത്രമാണ്. ഒരിക്കലും ആ ഒരു അബദ്ധത്തിൽ നമ്മൾ വീണു പോകാൻ പാടില്ല. മറ്റൊന്ന് നല്ല സ്വഭാവവും ഇസ്ലാമികമായിട്ടുള്ള അദബുമാണ്, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം. പ്രധാനമായിട്ട് പറയുമ്പോൾ രക്ഷിതാക്കളായ ആളുകളുണ്ടല്ലോ, അവർ ശ്രദ്ധിക്കേണ്ടത് ഖൈറുക്കും ലി അഹ്ലിഹി എന്ന മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ വെച്ചിട്ട് ഏറ്റവും നല്ലവൻ ആരാന്നറിയാം? കുടുംബത്തോട് നല്ലവനായവരാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ സ്നേഹം വേണം, പരസ്പരം ക്ഷമ വേണം, ബഹുമാനം വേണം. ഇതോടുകൂടിയിട്ടായിരിക്കണം നമ്മുടെ മക്കളെ വളർത്തേണ്ടത്. അതോടുകൂടി ആ വീട്ടിൽ ഖൈറും ബർക്കത്തും കയറും. മറ്റൊന്ന് ഹറാമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കപ്പെട്ട വീടാകണം. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ എന്ന് വിശുദ്ധമായ ഖുർആനിൽ തഹരീം എന്ന് പറയുന്ന സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകളെ വിളിച്ചുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കൂ. ഹറാമിൻ്റെ ഒരു മീഡിയയായിട്ട് നമ്മുടെ വീട് മാറാൻ പാടില്ല. അശ്ലീലതയും ഈബത്തും നമീമത്തും നിന്ദിക്കലും കളിയാക്കലുമൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു കളയണം. മറ്റൊന്ന് അറിവിനെ പഠിക്കുന്ന ആളുകളുള്ള വീടായി മാറണം. വീടിൽ മുതഅല്ലിമീങ്ങൾ വേണം, ആലിമീങ്ങൾ വേണം. നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം കാണാൻ പറ്റും ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കാൻ കൂടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ, ആ വീടുണ്ടെങ്കിൽ, ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ ശാന്തത, അള്ളാഹുവിൻ്റെ സമാധാനം ഇറങ്ങുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഴ്ചയിലൊരിക്കൽ നല്ല ഒരു കുടുംബമായിട്ട് ആ കുടുംബത്തിന് ദീനീ ചിട്ട പഠിപ്പിച്ചു കൊടുക്കുന്ന, ഉപദേശിക്കുന്ന, നസീഹത്ത് കൊടുക്കുന്ന, കൂടിയിരുന്നു കൊണ്ട് ഇസ്ലാമിക ചിട്ടകൾ, അധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന വീടായിട്ട് മാറണം. അതുപോലെ തന്നെ ചെറിയ സുന്നത്താണെങ്കിൽ പോലും സുന്നത്തിനെ ചെറുതാക്കി കാണാതെ അതൊക്കെ ജീവിപ്പിക്കുന്ന, സുന്നത്തിനെ നിരന്തരം ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വീട്ടുകാരുള്ള വീടായിട്ട് മാറണം. വലത് കൈ ഉപയോഗിക്കുക, ബിസ്മില്ല പറയുക, ഭക്ഷണത്തിന് ശേഷം അൽഹംദുലില്ലാ പറയുക, തുമ്മിയ ശേഷം അൽഹംദുലില്ലാ പറയുക, ഭക്ഷണം കഴിച്ചാൽ തന്നെ പ്രത്യേക ദുആവും പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെല്ലുക. ഉറങ്ങുന്നതിന് മുമ്പുള്ള ദിക്ർ, എഴുന്നേറ്റാലുള്ള ദിക്ർ, അതുപോലെ തന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലുള്ള ദിക്ർ, ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോഴുള്ള ദിക്ർ, കുടിയും വുളു ഒക്കെ കഴിഞ്ഞിട്ട് കൈ ഉയർത്തിക്കൊണ്ട് ചെല്ലാണ്ട ദിക്ർ, ഇതൊക്കെ ഉറക്കനെ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് പഠിക്കാൻ പറ്റുന്ന, മക്കൾക്ക് കേട്ട് പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ദീനി ചിട്ടയുള്ള ഒരു വീടാക്കിയിട്ട് നമ്മൾ മാറ്റണം. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം, നമ്മൾ നന്നാവണം എന്നുള്ള ഒരു ദീനി ചിട്ട ഉണ്ടാകുന്നത്, ഒരു വീട്
ആ വീട്ടിൽ ദീനി ചിട്ടയുള്ള വീട് എന്ന് പറയപ്പെടുന്ന രൂപത്തിൽ ആക്കപ്പെടുന്നത് നമസ്കാരവും ഖുർആനും ദിക്റും പ്രാർത്ഥനയും നല്ല സ്വഭാവവും ഹറാമുമൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചിട്ട വരുമ്പോഴാണ്, ഇതൊക്കെ ഒത്തുചേരുമ്പോഴാണ് ബറക്കത്ത് നിറയുന്ന വീടാകുന്നത്, റഹ്മത്തിൻ്റെ മലക്കുകൾ വന്നു പോകുന്ന, ശൈത്താൻ ഒഴിഞ്ഞു മാറുന്ന സമാധാനമുള്ള ഒരു വീടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ സമാധാനം വേണമെങ്കിൽ എല്ലാവരും ഒരുമയോട് കൂടിയിട്ട് ദീനി ചിട്ടയുള്ള ദീനി അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളുള്ള വീട്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വീട്ടിലൊരു ഉസ്താദെങ്കിലും ഉണ്ടാകണമെന്നർത്ഥം. ഇപ്പോൾ ഉസ്താദ് എന്ന് പറയുമ്പോൾ അത് ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങൾക്കും പറ്റും. അത്തരം സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ദീനി ചിട്ട നിലനിൽക്കണമെങ്കിൽ അത്തരത്തിൽ അധ്യാപനം കഴിഞ്ഞ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസം നേടിയെടുത്ത ആളുകളൊക്കെ ഉണ്ടാകുന്നത് നന്നായിരിക്കും. അള്ളാഹു നമ്മുടെ കുടുംബത്തെ ഇമ്പമുള്ളതാക്കി തീർക്കട്ടെ.